ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒരു എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി. പിന്നെ അതുപോലെ തന്നെ ഡീപ്പായിട്ട് അതിന് ക്ലീൻ ചെയ്യാനുള്ള കഴിവ് അരിപ്പൊടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചർമ്മത്തിലെ ഡെഡ് സ്കിന്നൊക്കെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ സുഷിരങ്ങളൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ് ഇതൊക്കെ നമ്മൾ ഈ അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞു കിട്ടുന്നതാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ കസ്തൂരി മഞ്ഞളിന് പകരമായിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മുടെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും പിഗ്മെൻറ്റേഷൻ അകറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ചർമ്മത്തെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വേണമെന്നുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതാണ്. പിഗ്മെൻറ്റേഷൻ്റെ എല്ലാ തരം പാക്കുകളിലും നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തൈരിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ മുഖത്തെ അമിത രോമ വളർച്ച കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല തിളക്കവും കാര്യങ്ങളും നമ്മൾ ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്ന ഒരു പാക്കാണിത്. സൂര്യപ്രകാശമേറ്റ് നമ്മുടെ മുഖമൊക്കെ വല്ലാതെ കരുവാളിച്ച് പോകാറുണ്ടല്ലേ, അതിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് നമ്മുടെ തൈര്. നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന തൈരൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ആ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ തൈരിലെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങളെ വളർത്താനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ടും നല്ലതാണ്. കൊളാജൻ ഉൽപ്പാദനം കൂട്ടാനായിട്ട്, ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നിലനിർത്താനായിട്ടൊക്കെ നമ്മൾ തൈര് ചേർത്തിട്ട് പാക്കുകളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതിൽ കുറച്ച് തേൻ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് മുഖക്കുരു വരുന്ന പ്രകൃതമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മുഖക്കുരു വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു തേൻ ചേർക്കുന്നത് വഴി. അതേപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചർമ്മക്കാർക്ക്, അതായത് പെട്ടെന്ന് ചുവപ്പ് നിറം അല്ലെങ്കിൽ വീക്കം, നീറ്റൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് ഉണ്ടാകുന്നവരാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർക്കും തേൻ ചേർക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. പാടുകൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. കണ്ണിന് ചുറ്റുമുള്ള പാടിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഈ തേൻ ഉപയോഗിക്കുക എന്നുള്ളത്. തേനും പാൽപ്പാടയും ഒക്കെ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 10 മിനിറ്റാണ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ കയ്യിലാണെങ്കിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു ബ്രൈറ്റ്നസ്, വളരെ ഡള്ളായിരിക്കുന്ന സ്കിന്നിലും പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.